Hi, hello, good morning. Welcome back to Easy Crack UGCNET ComputerScience Malayalam Channel. എൻ്റെ പേര് ബിൻസി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ഗ്രാഫ് ട്രാവേഴ്സലാണ്. ട്രാവേഴ്സൽ ഓഫ് ഗ്രാഫ്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാഫ് ട്രാവേഴ്സൽ നമ്മൾ ട്രീ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാഫ് നമുക്കറിയാം നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ട്രീ പഠിച്ചപ്പോൾ ട്രീ ട്രാവേഴ്സൽ ഏതൊക്കെയായിരുന്നു? പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ അല്ലേ? റൂട്ടിൻ്റെ പൊസിഷൻ അനുസരിച്ചായിരുന്നു പ്രീ, ഇൻ ആൻഡ് റൂട്ട്, പോസ്റ്റ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ 2 ടൈപ്സ് ട്രാവേഴ്സലാണ് പറയുന്നത്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BFS എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം. ഓക്കെ, BFS ആൻഡ് DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫ് എക്സാമ്പിൾ ആക്കിയിട്ട് വരയ്ക്കാം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്താ പറയുക, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെയാണ് അല്ലെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഓക്കെ ഓക്കെ ഞാനൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെയാണ്? ഓക്കെ, അപ്പം ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് നമ്മൾ ഈ ബ്രെഡ്ത്ത്, അതായത് നമ്മളൊരു ട്രീ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രീ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ABCD. അപ്പോൾ ഇതിൻ്റെ BCD ആണ് അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ? അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നതാണ് ഡെപ്ത് ആൻഡ് ഇങ്ങനെ നോക്കുന്നതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന കേസിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ് ഇരിക്കട്ടെ സ്റ്റാർട്ടിങ്. അപ്പം നമ്മൾ ഓപ്ഷൻ ഇങ്ങനെ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് UGCNET ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് താഴെയുള്ളതിൽ ഏതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ എന്ന് ചോദിക്കും. ആ ഓർഡർ കറക്റ്റ് ആണോ ചോദിക്കും. അപ്പോൾ നമ്മൾ 1 2 3 0 2 3 0 1 1 2 3 0 അങ്ങനെ 1 3 2 0 ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഓർഡറാണ് കറക്റ്റ് എന്ന് അപ്പോൾ നമ്മൾ നോക്കുമ്പം സ്റ്റാർട്ട് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഈ ഒരു ഓപ്ഷൻ തന്നെ എടുക്കുക. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് 1 വിസിറ്റ് ചെയ്തു അല്ലേ? നമ്മൾ ട്രീയിൽ വരുന്നതും വിസിറ്റ് ചെയ്തെന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 1 വിസിറ്റ് ചെയ്തു. ഇനി 1ൻ്റെ ഡെപ്ത് ഏതൊക്കെയാണ്? 1 അതായത് 1 ഇനി എവിടേക്കെങ്കിലും ലിങ്ക് പോകുന്നുണ്ടോ? 2ലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ 1ൻ്റെ ഡെപ്ത് 2 മാത്രമേ ഉള്ളൂ. സപ്പോസ് 1 ഇവിടേക്ക് ഒരു ലിങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്തും കൂടി എഴുതണമായിരുന്നു? 1 2 4 എന്നും കൂടി എഴുതണമായിരുന്നു. എന്ത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ 1 2 എഴുതി അല്ലേ? ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 1 വേറെ ബ്രെഡ്ത്ത് ഒന്നും ഇല്ല. അത് ഞാനിപ്പോൾ ഇവിടെ അഡീഷണൽ എഴുതിയതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത് 2 ആണ്. 2ൻ്റെ ബ്രെഡ്ത്ത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 2ൻ്റെ ഏതൊക്കെ ഉണ്ട്? 0 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ 1 2 0 3 എന്ന് പറയുന്നതും ഒരു ഓർഡറാണ്. 1 2 3 0 എന്ന് പറയുന്നതും ഒരു ഓർഡറാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മൾ ഓപ്ഷനിലുള്ളത് അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. 1 2 3 0. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 2 3 4. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിങ്ങനെ ഗ്രാഫ് വിത്ത് സൈക്കിൾ ആണല്ലോ. ഗ്രാഫിന് സൈക്കിൾ ഉണ്ടാവും, പക്ഷെ ട്രീക്ക് ഉണ്ടാവില്ലല്ലോ. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന 1 ആണ് ചോദിക്കുക. അപ്പോൾ 1ൻ്റെ ബ്രെഡ്ത്ത് ഏതൊക്കെ നോക്കുക? 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 എഴുതണം, 3 എഴുതണം. ഇനി ബ്രെഡ്ത്ത് ഉണ്ടോ? 1 ഇല്ല. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് വിസിറ്റ് ചെയ്തത് 2 ആണ്. ഇനി 2ന് ഏതൊക്കെയാണുള്ളത്? 2ന് 4 ഉള്ളൂ അല്ലേ? നമ്മൾ 4 എഴുതി. നമ്മൾ ഓൾറെഡി എല്ലാ നോഡും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ വേർട്ടീസസും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏതാ നോക്കുക? 2ൻ്റെ എല്ലാ ബ്രെഡ്ത്തും നമ്മൾ എഴുതി 4 മാത്രമേ ഉള്ളൂ അല്ലേ? 2ന്ന് പോകുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? 3യുടെ എഴുതിയിട്ടുണ്ടോ നോക്കുക. 3ന്ന് ഇപ്പോൾ ഇവിടേക്ക് ഒരു 5 ഉണ്ടായിരുന്നുവെങ്കിൽ, 3ന്ന് 5 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് അതോടെ 5 എഴുതുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ദെൻ 4ന് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 4ന് ബ്രെഡ്ത്ത് ഉണ്ടോ? ഇല്ല. പിന്നെ 5ക്ക് ഉണ്ടോ? ഇല്ല. 5ന് 0 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1ന്ന് പോകുന്ന ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി ഒക്കെ അറിയില്ലേ? അപ്പോൾ 1ന്ന് പോകുന്ന എല്ലാ ഔട്ട് ഡിഗ്രീസും ഇൻ ഓർഡർ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് 1 2 4, ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് 1 2 3 4 5 ആണ്. അത് അല്ലാതെ വേറൊരു ഓർഡർ എന്താണ് 1 3 2 4 5 1 3 2 അല്ലാതെ എഴുതുമ്പോൾ എങ്ങനെയാണ് വരാൻ നോക്കിക്കേ. ഇപ്പം ഞാൻ എഴുതുന്നത് 1 3 2 ആണ് എഴുതുന്നെങ്കിൽ നമ്മൾ സെക്കൻഡ് വിസിറ്റ് ചെയ്തത് ഏതാണ്? 3 ആണ് അല്ലേ? 1ൻ്റെ എല്ലാ ബ്രെഡ്ത്തും എടുത്തു, 1 3യും 1 2 എടുത്തു. ദെൻ ഇനി നമ്മൾ സെക്കൻഡ് വിസിറ്റ് ചെയ്ത് 3 ആണ്. അപ്പോൾ 3യുടെ ഇനി ഏതാണ് വിസിറ്റ് ചെയ്യാനുള്ളത്? 3യുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3ന്ന് പോകുന്നത് ഏതൊക്കെയാണ്? 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ആണ് പിന്നെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5ന് ഇനി ഇല്ല. അപ്പം നമ്മൾ നോക്കി ഇനി തേർഡ് വിസിറ്റ് ചെയ്ത് 2ന് ഇനി എവിടേക്ക് ബ്രെഡ്ത്ത് ഉണ്ട്? 4ലേക്ക് മാത്രമേ ഉള്ളൂ. 4 നമ്മൾ ഓൾറെഡി എല്ലാ നോട്ട്സും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും 5ന് ഇനി ഉണ്ടോ നോക്കുക. 4ന് ഇനി ബാക്കി എന്തെങ്കിലും ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ട്സ് വിസിറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ അനദർ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണോ ഓപ്ഷൻ ഉള്ളത് അത് നമ്മൾ ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഞാനൊരു എന്ത് വരയ്ക്കുകയാണ്? ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, സെൽഫ് ലൂപ്പ് ഉണ്ട്. ഇതൊന്ന് 2ലേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫെങ്കിൽ ഇതെങ്ങനെയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ചിലേക്ക് പോകുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെപ്തിലേക്ക് പോകും. നമ്മൾ റൂട്ടിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഡെപ്തിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ DFS ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് നോഡ് ആക്കിയിട്ട് ഏതിനെ എടുക്കുകയാണ്? 1നെ എടുക്കുകയാണ്. ഇനി 1ൻ്റെ ഡെപ്തിലേക്ക് പോവാം 2 അല്ലേ? 1 ഡെപ്തിലേക്ക് പോയി 2ന്ന് ഇനി എന്തിലേക്ക് പോവാം? 2ന്ന് എവിടേക്കും പോവാം? 3ലേക്കും പോവാം, 0ലേക്കും പോവാം. പക്ഷെ 3ലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് അവസാനിക്കും. നമുക്ക് എന്തില്ല? 2 വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3ന്നൊരു ലിങ്ക് പോകുന്നില്ല. 3ന്ന് ഇനി ബാക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ന്ന് 0ലേക്ക് പോവാണ്. 2ന്ന് 0ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഒരു ബാക്ക് ട്രാക്കിംഗ് പോസിബിൾ ആണ് അല്ലേ? 0ന്ന് നമ്മൾ ഇനി എങ്ങോട്ടും പോകാനില്ല. 0ന്ന് ഇനി 2ലേക്ക് തന്നെ പോയി. 2 ഓൾറെഡി വിസിറ്റഡ് ആണ്. 2ന്ന് ഇനി എവിടേക്കെങ്കിലും ബ്രെഡ്ത്തിലേക്ക് പോകാനുണ്ടോ? യെസ്, 2ന്ന് ഇനി എവിടേക്കുണ്ട്? 3ലേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ദ എൻഡ് നോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് DFS, ഡെപ്തിലേക്ക് പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 ചൂസ് ചെയ്യാതിരുന്നത്? 3ന്ന് ഇനി 2ലേക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് പോസിബിൾ ആണ്? ബാക്ക് ട്രാക്കിംഗ് പോസിബിൾ ആണ്. ഏതിൽ? ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ ബാക്ക് ട്രാക്കിംഗ് പോസിബിൾ ആണ്. മനസ്സിലായോ? ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കും. ഇതിൻ്റെ എന്താണ്? ഡെപ്ത് ഫസ്റ്റ് സെർച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് നമ്മൾ 1 എടുത്തു. 1ന്ന് നമ്മൾ ഐദർ 3ലേക്ക് പോവാൻ 2ലേക്ക് പോവാം. പക്ഷെ നമ്മൾ 3ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 വിസിറ്റ് ചെയ്യാൻ ഇനി 3ന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ 3ന്ന് ഇത് ഇങ്ങോട്ടായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ പോവായിരുന്നു. അപ്പം അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മൾ 3 എടുക്കാൻ പറ്റില്ല. നമ്മൾ 2 എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? 2 എന്ന് പറഞ്ഞെടുത്ത് 2ന്ന് നമുക്ക് എവിടേക്കൊക്കെ പോവാം? 3ലേക്കും പോവാം, 4ലേക്കും പോവാം. പക്ഷെ നമ്മൾ 3ലേക്ക് പോയി കഴിഞ്ഞാൽ അതായിരിക്കും എൻഡ് അല്ലേ? പക്ഷെ എന്താണ്? 4ലേക്കാണ് നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ഇനി 3 വിസിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ 4 എടുക്കുന്നു. 4ന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്ത് 2ൽ തന്നെ വന്ന് 2ന്ന് നമ്മൾ 3 വിസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് ഇത്. ഇന്നിപ്പോൾ നമ്മൾ സപ്പോസ് ഇവിടെ ഇങ്ങോട്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങോട്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുകയാണ് 1, നമുക്ക് ഐദർ 2 എടുക്കുക, 3 എടുക്കുക. അപ്പോൾ ഈ കേസിൽ ഞാൻ 3 എടുക്കാമെന്ന് വിചാരിക്കാം. 3 എടുത്ത് 3 കഴിഞ്ഞാൽ നമുക്ക് 3ന്ന് പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ട്? 2ലേക്ക് പോകുന്നുണ്ട്. ദെൻ 2ന്ന് 4ലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാ നോഡും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ എഡ്ജ് എങ്കിൽ നമുക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ബാക്ക് ട്രാക്കിങ് ചെയ്യണം. അപ്പോൾ ഏത് നോഡ് നമ്മൾ ആദ്യം ഒഴിവാക്കും? 3 നമുക്ക് ആദ്യം വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം വിസിറ്റ് ചെയ്യുക 2 ആണ്. 2ന്ന് 4 കഴിഞ്ഞു. ബാക്ക് ട്രാക്ക് ചെയ്ത് 2ന്ന് പിന്നെ 3ലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്
2 types of traversal. ഇത് ഗ്രാഫ് ട്രാവേഴ്സൽ. ഡെപ്ത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് സ്റ്റാക്കിലേക്കാണ് നമ്മൾ ഇടുന്നത്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ നമ്മൾ ക്യൂ എന്നാണ് നമ്മൾ വിസിറ്റ് ചെയ്ത് ഓരോ ഓരോ നോഡിനും വിസിറ്റ് ചെയ്തിട്ട് 1ലേക്ക് ഇടും. 1 വിസിറ്റ് ചെയ്ത് 2ലേക്ക് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് NQ DQ ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ചെയ്യുന്നത്. അപ്പോൾ BFSന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂ ആണ്. DFS നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. UGCNET ചോദിച്ച ക്വസ്റ്റ്യനാണ്. DFS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അപ്പം എന്ത് വെച്ചാൽ സ്റ്റാക്ക് വെച്ചിട്ടാണ്. BFS ആണ് ക്യൂ വെച്ചിട്ടാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ബാക്ക് ട്രാക്കിംഗ് DFSലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.